ഇസ്രായേലിന് നേരെയുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഹിസ്ബുള്ള ഗ്രൂപ്പിനോട് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ആന്റണിയോ ഗുട്ടറസ് അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഔദ്യോഗികപരമായിരിക്കുന്ന പ്രഖ്യാപനം തന്നെ ഉണ്ടായിരിക്കുന്നത്. യുദ്ധം കൈവിട്ടു പോകുന്ന പരിസ്ഥിതിയിലാണുള്ളത്. 300-ലധികം റോക്കറ്റുകളാണ് ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചിരിക്കുന്നത്. വലിയ നാശനഷ്ടങ്ങളൊക്കെ അന്താരാഷ്ട്ര മീഡിയകൾ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അതിന്റെ പൂർണ്ണമായിരിക്കുന്ന നാശനഷ്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും ഇസ്രായേൽ പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളതും, വലിയ സൈനിക മേഖല ഇസ്രായേലിന്റെ വളരെ പ്രധാനമായിരിക്കുന്ന സൈന്യ മേഖലയും തലസ്ഥാന നഗരിയും ആക്രമിക്കുന്ന തരത്തിലായിരുന്നു ഇത്തരം റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടായത്. റോക്കറ്റ് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നു. യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു രാജ്യത്തിൽ നിന്ന് പ്രോക്സി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഭാഗം ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം നടത്തുന്നത്. അതോടനുബന്ധിച്ച് ഇസ്രായേലിനോടും ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ നേരെ, അതായത് ലെബനാന്റെ അതിർത്തി കടന്നുകൊണ്ടുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്നുള്ള അഭ്യർത്ഥന UN സെക്രട്ടറി അവിടെയും പറഞ്ഞിരിക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. രണ്ട് രാജ്യങ്ങളും പരസ്പരം യുദ്ധത്തിന്റെ കാഠിന്യം കുറക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളത് ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന സംഭവമാണ്. പ്രത്യേകിച്ച് ഇസ്രായേൽ അത് പറഞ്ഞു എന്നുള്ളത്. ഹിസ്ബുള്ള ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഐക്യരാഷ്ട്രസഭയെ മാനിച്ചുകൊണ്ട് കഠിനമായിരിക്കുന്ന യുദ്ധത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് വിട്ടുനിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം പുറത്തു വന്നു. സമാനമായിരിക്കുന്ന അഭിപ്രായം ഇസ്രായേലിന്റെ ഭാഗത്തും പുറത്തു വന്നതോടുകൂടി കഠിനമായിരിക്കുന്ന യുദ്ധത്തിൽ നിന്ന് ഏറെക്കുറെ ഒരു ഇടവേള ഉണ്ടാവാനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ്. എന്നാൽ ഈ യുദ്ധം തുടങ്ങി ഒക്ടോബർ 7-ാം തീയതിയുള്ള ഹമാസിന്റെ ആക്രമണത്തോടനുബന്ധിച്ച് പല ഘട്ടത്തിലും UN സഭ ഇസ്രായേലിനോട് ഹമാസുമായിട്ട് ബന്ധപ്പെട്ട അക്രമത്തിന് നിയന്ത്രണം വേണമെന്നും ഇസ്രായേലിനെ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുന്ന അവസാനിപ്പിക്കണമെന്നും പല ഘട്ടത്തിലും പല കുറിയും അഭിപ്രായം പറഞ്ഞിട്ടും അല്ലെങ്കിൽ നിർദ്ദേശം നൽകിയിട്ടും ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല എന്ന ഒരു വലിയ ഒരു വിഷയം ഇവിടെ നിലനിൽക്കുകയാണ്. അത് UN സഭ മാത്രമല്ല, അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും ഇതേ നിലപാട് തന്നെ എടുത്തുകൊണ്ട് ഇസ്രായേലിനെ രൂക്ഷമായ രീതിയിൽ വിമർശിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്നു. പാലസ്തീനികൾക്ക് ഭക്ഷണം തടയുക, മരുന്ന് തടയുക, അവർക്ക് ജീവിതോപാധികൾ ഇല്ലാതാക്കുക, അവരെ കൂട്ടക്കൊല ചെയ്യുക, വംശഹത്യ ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, ഇത്തരം ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതും, അവർക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണം, നിങ്ങൾ ശത്രുവിനെ കണ്ടെത്തിയാണ് ആക്രമിക്കേണ്ടത്, അല്ല അവരോടാണ് യുദ്ധം ചെയ്യേണ്ടത്, നിരപരാധികളോടല്ല, കുട്ടികളോടല്ല, സ്ത്രീകളോടല്ല എന്ന രീതിയിലൊക്കെ കഠിനമായിരിക്കുന്ന വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ടാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്രസഭയും നിലപാട് പറഞ്ഞതും അത് ഔദ്യോഗികപരമായ രീതിയിൽ UN സഭ പ്രമേയത്തിലൂടെ പാസാക്കുകയും ചെയ്തത്. 160ഓളം രാജ്യങ്ങളാണ് ഇതിന് അനുകൂലമായ രീതിയിൽ വോട്ട് ചെയ്ത് പാസാക്കിയത്. ഏറ്റവും ഒടുവിൽ പ്രമേയം അവതരിപ്പിച്ചത് അമേരിക്കയാണെന്നൊരു പ്രത്യേകതയുണ്ട്. അമേരിക്കക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്തു. പക്ഷേ പ്രഖ്യാപനമായി മാത്രം നിലനിന്നു. ഇസ്രായേൽ അതിന്റെ പ്രവർത്തികൾ നടത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം ഹിസ്ബുള്ള ഗ്രൂപ്പും ഇസ്രായേലും തമ്മിൽ ഉണ്ടായ സമയത്ത് ഈ കരാർ വ്യവസ്ഥ പാലിക്കാൻ ആദ്യം തന്നെ മുന്നോട്ട് വന്നത് ഇസ്രായേലാണ് എന്നുള്ളത് മാത്രമല്ല, ഇത്തരം ഒരു വിഷയത്തിന്റെ പരാതി UN സഭയിൽ പറഞ്ഞതും ഇസ്രായേലാണ്. തങ്ങളുടെ രാജ്യത്തിലെയും തങ്ങളുടെ പൗരന്മാർക്കും നേരെ വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നു എന്ന തരത്തിലാണ് ഹിസ്ബുള്ള ഗ്രൂപ്പിനെതിരെ ഇസ്രായേൽ പരാതിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ജനകീയപരമായ രീതിയിൽ പൗരന്മാരെ ആക്രമിക്കുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമല്ല എന്നുള്ളതും അത്തരം ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല. തങ്ങളെ ആക്രമിക്കുന്ന മേഖല, അതായത് ഈ സൈനികപരമായിരിക്കുന്ന മേഖലയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അതോറിറ്റി ആയിരിക്കുന്ന സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അക്രമം മാത്രമാണ് തങ്ങൾ നടത്തിയത്, മറ്റുള്ളതെല്ലാം പൊള്ളത്തരമാണ് എന്ന് അതിന് മറുപടിയായിട്ട് ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് എന്നും നമുക്ക് റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ഇസ്രായേൽ ഐക്യരാഷ്ട്രസഭയുടെ നിലപാടിനെ അംഗീകരിച്ചു എന്ന ചോദ്യത്തിന്, ശക്തമായിരിക്കുന്ന അക്രമം പ്രതിരോധമില്ലാത്ത അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ സാധിക്കാത്ത രീതിയിൽ ശത്രുപാളയത്തിൽ നിന്ന് ഉണ്ടാകുന്ന സമയത്തുള്ള പ്രയാസം, മാനസികപരമായിരിക്കുന്ന പ്രയാസമാണ് ഈ അംഗീകാരം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ തങ്ങൾ ഹിസ്ബുള്ള ഗ്രൂപ്പിനെ ആക്രമിക്കില്ല, ലെബനാൻ ആക്രമിക്കില്ല എന്ന നിലപാടിലേക്ക് എത്താൻ വേണ്ടി ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത്. മുൻപേ ഹിസ്ബുള്ള ഗ്രൂപ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അതിശക്തമാണ് രാജ്യമാണ് എന്ന് അവരിങ്ങനെ വീമ്പ് പറഞ്ഞ് നടക്കുക എന്നല്ലാതെ അവർക്ക് നേരെ ശക്തമായിരിക്കുന്ന അക്രമം ഉണ്ടായാൽ തീർച്ചയായിട്ടും അവർ തോറ്റോടും. ഞങ്ങൾക്കത് അനുഭവമുണ്ട്. ഇതിന് മുൻപ് ലെബനാന്റെ അതിർത്തിയിൽ നിന്ന്, കോലാൻ കുന്നിന്റെ തായ്വരകളിൽ നിന്ന് ഞങ്ങൾ അവരെ ഓടിച്ചതാണ്. ആ പ്രദേശം ഞങ്ങൾ പിടിച്ചെടുത്തതാണ്. ഞങ്ങളുടെ പ്രദേശം ഞങ്ങൾ 1967 കാലത്തുള്ള അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ പ്രദേശം പിടിച്ചെടുത്തതിന്റെ പല ഭാഗങ്ങളും ഇപ്പോൾ ഇസ്രായേലിന്റെ കൈവശത്തിലുണ്ട്. തീർച്ചയായിട്ടും അത് ഞങ്ങളെ മോചിപ്പിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ ഇതിന്റെ ഇടയിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ലെബനാന്റെ ഭാഗത്തു നിന്നൊക്കെ അഭിപ്രായങ്ങൾ വന്നതാണ്.
അപ്പൊ ഇപ്പോഴത്തെ അക്രമം എന്ന് പറഞ്ഞാൽ ഒരു സുരക്ഷിതത്വവും ഇല്ലാത്ത രീതിയിൽ ജനങ്ങൾ ഭയപ്പാടോടുകൂടി ജീവിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് ഇസ്രായേലിലെ ജനങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. 60,000-ലധികം ആളുകളാണ് അഭയാർത്ഥികളെ പോലെ തങ്ങളുടെ ജന്മദേശം വിട്ട് അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലം വിട്ട് വ്യത്യസ്തമായിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് അഭയാർത്ഥികളെ പോലെ പോയത് എന്നും ഇതിനോടനുബന്ധിച്ച് പറയുകയാണ്. അതായത് ലബനാന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തു നിന്നും ഗസയുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തു നിന്നൊക്കെ പരമാവധി ജൂത വിഭാഗങ്ങൾ അവർ കുടിയൊഴിഞ്ഞു പോകുന്നു. കാരണം അവർക്ക് ഏത് നിമിഷവും അക്രമം ഉണ്ടാവും എന്ന് ഏറെക്കുറെ ബോധ്യമായിരിക്കുകയാണ്. ഇസ്രായേലിൽ പ്രതിരോധമുണ്ട്, ആൻഡോമുണ്ട്, സംവിധാനങ്ങളുണ്ട് എന്നൊക്കെ പറയാമെന്നല്ലാതെ ഇതെല്ലാം തകർത്തുകൊണ്ടാണ് വലിയ രീതിയിൽ അക്രമം ഉണ്ടാകുന്നത്. അതിന് ലോകത്തിലെ ഏറ്റവും സൈനിക ശക്തിയുള്ള റഷ്യയുടെ സഹായം പോലും പൂർണ്ണമായ രീതിയിൽ ഇറാനുണ്ട്. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന സംഘമാണ് ഹിസ്ബുള്ള ഗ്രൂപ്പ്. അതുകൊണ്ട് റഷ്യ ഇറാന് നൽകുന്നത് അത് അങ്ങനെ തന്നെ ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിന് നൽകുന്നു. അങ്ങനെ ശക്തമായിരിക്കുന്ന യുദ്ധം നടക്കുന്നു. ഇതിന്റെ പ്രതിരോധം തകർക്കുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും യഥാർത്ഥത്തിൽ ഹിസ്ബുള്ള ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട് എന്നതിനാൽ വലിയ പ്രയാസമാണ് ഇപ്പോൾ ഇസ്രായേൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം അവിടുത്തെ ജനങ്ങൾക്ക് നേരെ, ലബനാന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ജനങ്ങൾക്ക് നേരെ നേരിട്ടുള്ള ഒരു അക്രമം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ശക്തമായിരിക്കുന്ന തിരിച്ചടി ഇസ്രായേൽ ഉണ്ടാവും എന്ന് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടിയിട്ട് മറ്റ് യാതൊരു പോംവഴികളും ഇല്ല എന്നുള്ളിടത്താണ് UN സഭയെ ഇസ്രായേൽ സമീപിച്ചത്. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്ന തരത്തിലും റിപ്പോർട്ട് പറയുന്നു. ഇതിന്റെ യാഥാർത്ഥ്യപരമായിരിക്കുന്ന നിജസ്ഥിതി ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അപ്പൊ ഇപ്പൊ നടക്കുന്ന വിഷയം എന്ന് പറഞ്ഞ ഹിസ്ബുള്ള ഗ്രൂപ്പ് കൃത്യമായ രീതിയിൽ തന്നെ പറയുന്ന കാര്യം, ഞങ്ങൾ അവിടെ വലിയ രീതിയിൽ അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് അവരുടെ കാടത്തപരമായിരിക്കുന്ന നടപടിയാണ്, അല്ലെ നിലപാടാണ് എന്ന് മാത്രമേ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അവിടെ എല്ലാവിധ അയോൺ ഡോം സംവിധാനം തകർക്കാൻ മാത്രം പാകത്തിലുള്ള അതിശക്തമായിരിക്കുന്ന നൂതന സംവിധാനമുള്ള ആയുധങ്ങൾ തങ്ങളുടെ കൈവശത്തിലുണ്ട്. സമാനമായിരിക്കുന്ന സൈനികരുമുണ്ട്. അതുകൊണ്ട് അവരൊക്കെ അങ്ങനെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ പ്രതിരോധിക്കാനോ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ സാധിക്കുകയില്ല എന്ന തരത്തിലാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഹിസ്ബുള്ള ഗ്രൂപ്പ് പറഞ്ഞു വെക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സൈനികപരമായിരിക്കുന്ന മുന്നേറ്റം വല്ലാത്ത രീതിയിലൊന്നും മുന്നേറാൻ വേണ്ടിയിട്ട് ലബനാന്റെ ഭാഗങ്ങളിൽ സാധിക്കുന്നില്ല. വലിയ ശക്തമായിരിക്കുന്ന പ്രതിരോധമാണ്. 100-ലധികം വിമാനത്തിന് സാമ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചോ ലബനാന്റെ അതിർത്തി ഭാഗങ്ങളെ ആക്രമിച്ചു. ലബനാന്റെ തായ്വരയുമായിട്ട് ബന്ധപ്പെട്ട ഹിസ്ബുള്ള ഗ്രൂപ്പ് ഉണ്ട് എന്ന് സംശയിക്കുന്ന മേഖലയിലേക്ക് 100ഓളം വിമാനങ്ങൾ ഒരേ സമയത്ത് ആക്രമണം നടത്തിയെന്ന് പറയുന്നു. അത് ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ പരമാവധി ആയുധ മേഖലയൊക്കെ തകർത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അത്തരം സംഭവങ്ങൾ നടന്നിട്ടില്ല എന്ന് പറയുന്നു. അതിന് സത്യാവസ്ഥ പുറത്തു വന്നിട്ടില്ല. ഏതായിരുന്നാലും അത്തരം അക്രമം നടത്തിയ വിമാനങ്ങൾ തന്നെ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്നത്. എത്രത്തോളം വിമാനങ്ങൾ തകർത്തിട്ടുണ്ട്, ഈ പറയപ്പെട്ട കാര്യങ്ങൾ സത്യമാണോ എന്നുള്ളതിനെ കുറിച്ചൊന്നും കൃത്യമായിരിക്കുന്ന ഒരു വിവരം അന്താരാഷ്ട്ര മേഖലയിലൂടെ ചാനലിനെ പരിശോധിച്ചാൽ പോലും കാണാൻ സാധിക്കാത്ത വിധത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ അവിടുത്തെ വിഷയ സാഹചര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു രാജ്യത്തിന് നേരെ നടത്തുന്ന അതിശക്തമായിരിക്കുന്ന അക്രമത്തിന് തുല്യമായിരിക്കുന്ന അക്രമമാണ് യഥാർത്ഥത്തിൽ 300ഓളം റോക്കറ്റുകൾ ആക്രമിച്ചു വിട്ടുകൊണ്ടിട്ട് ഹിസ്ബുള്ള ഗ്രൂപ്പ് ചെയ്തത്. ഇത് വലിയ രീതിയിൽ അന്താരാഷ്ട്ര മേഖലയിലൊക്കെ വലിയ ചർച്ച വന്നതാണ്. അപ്പോൾ അമേരിക്കയുടെ സൈന്യവും അമേരിക്കയുടെ സംവിധാനങ്ങളും സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന ഒരു രാജ്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ. ഏതു തരത്തിലുള്ള വിഷയം ഉണ്ടായാലും അത് ശക്തമായ രീതിയിൽ പ്രതിരോധിക്കാൻ പാകത്തിലുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടാണ് മെഡിറ്ററേനിയൻ കടലിലും തീരത്തും അറേബ്യൻ കടലിലുമൊക്കെ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ നങ്കൂരമിട്ടിരിക്കുന്നത്. അപ്പോൾ ചുറ്റുഭാഗമുള്ള മേഖലയിലേക്ക് ഏതൊക്കെ തരത്തിൽ ശത്രുഭാഗത്തുനിന്ന് അക്രമം ഉണ്ടാവുന്നു എന്നുള്ളത് കൃത്യമായി നിരീക്ഷിക്കാൻ പാകത്തിലുള്ള സംവിധാനം ഉണ്ടായിട്ടും ഇത്രത്തോളം മിസൈലുകൾ വന്നിട്ട് മുൻകൂട്ടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാത്തതിന്റെ പരാജയം യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയെ തന്നെ വേട്ടയാടുകയാണ്. ഇത് എങ്ങനെയാണ് ഇവർക്ക് ഇത്രത്തോളം ശക്തിയുള്ളത്, എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് എന്ന തരത്തിലുള്ള വലിയ പ്രയാസങ്ങൾ, അല്ലെങ്കിൽ ഇത് കണ്ടെത്തിയിട്ട് ഇത് ലോകത്തോട് പറയാൻ വേണ്ടി സാധിക്കാത്തതിന്റെ ബുദ്ധിമുട്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു അടിയന്തരമായിരിക്കുന്ന വെടിനിർത്തലിന് അനുവാദം നൽകുകയോ യുദ്ധം അവസാനിപ്പിക്കുകയോ ചെയ്താൽ വലിയ പരാജയം ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിന് എന്ന് ലോകം വിലയിരുത്തും. മാത്രമല്ല രാജ്യത്തിലെ പൗരന്മാരും അത് വിലയിരുത്തും. പിന്നെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധി, വലിയ വിഷയങ്ങളും ഇസ്രായേൽ ഗവൺമെന്റ് അനുഭവിക്കേണ്ടി വരും എന്നൊരു തിരിച്ചറിവ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന് തന്നെ ഉണ്ട്.
അങ്ങനെ ഉള്ളത് കൊണ്ടാണ് യുദ്ധം എവിടെയും അവസാനിക്കാത്ത രീതിയിൽ അങ്ങനെ നീണ്ടു പോകുന്നത്. ഒരു വെടിനിർത്തൽ കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് അവസാനിക്കാത്തതിന്റെ കാര്യം അത് തന്നെയാണ്. അതുകൊണ്ട് ഈ യുദ്ധം അവസാനിക്കാത്തൊരു യുദ്ധമായി നീണ്ടു പോകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കാര്യമെന്ന് പറയുന്നത് ഒരിക്കലും ഇസ്രായേലിന് വിജയിക്കാൻ വേണ്ടി സാധിക്കുകയില്ല, ഒരിക്കലും എതിർപക്ഷം പരാജയമൊട്ട് സമ്മതിക്കുകയില്ല. അങ്ങനെ ആ സമയത്ത് യുദ്ധം നീണ്ടുപോകുകയല്ലാതെ അതിനിടയിൽ ഒരു ഇടവേള ഉണ്ടായി യുദ്ധവിരാമമോ വെടിനിർത്തലോ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത തീരെ കുറവാണ് എന്ന് ഈ അടുത്ത കാലത്തുള്ള സംഭവ വികാസങ്ങളെ വിലയിരുത്തുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.